അന്വേഷണവുമായി ബന്ധപ്പെട്ട അതിപ്രധാനമായ വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതിപ്രധാനമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിന് 14 ദിവസത്തെ കസ്റ്റഡി ആവശ്യമാണ്. ആ കസ്റ്റഡി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 14 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യാൻ തെളിവെടുപ്പിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ വേഗത്തിൽ തന്നെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തെളിവെടുപ്പ് വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത. CK അഭിലാൽ കൂടിയുണ്ട്. അഭിലാൽ, അസാധാരണമാണ് സുദീർഘമായ കസ്റ്റഡി എന്നത്. അത് അന്വേഷണ സംഘത്തിന് ഒരു പ്രതിയെ നൽകുക എന്നത്. കൂടുതൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? കോടതിക്കുള്ളിൽ സംഭവിച്ചത് എന്താണ്? ഇപ്പോൾ രഹസ്യ സ്വഭാവത്തിലാണെങ്കിൽ പോലും കോടതിക്കുള്ളിൽ സംഭവിച്ചത് എന്താണ് എന്ന് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ഇപ്പോൾ പുറത്തു വരുന്നത്? ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തട്ടിപ്പിലെ പ്രധാന കേന്ദ്രം അല്ലെങ്കിൽ കേന്ദ്ര ബിന്ദു എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നുള്ള നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം സമർപ്പിച്ച രേഖയിൽ അല്ലെങ്കിൽ അപേക്ഷയിൽ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പൂർണ്ണമായും കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 14 ദിവസത്തെ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലേക്ക് പ്രതിയെ വിട്ടിരിക്കുകയാണ്. സമീപകാലത്ത് മറ്റേതെങ്കിലും ഒരു കേസിൽ ഒറ്റയടിക്ക് ഇത്രത്തോളം ദിവസം അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലേക്ക് പ്രതിയെ വിട്ടുകൊണ്ട് കോടതി ഉത്തരവ് സമീപകാലത്ത് എവിടെയും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ അത് അവർ സമർപ്പിച്ച കസ്റ്റഡി റിപ്പോർട്ടിൽ ഉള്ളടക്കം അതേ ഗൗരവത്തോടു കൂടി തന്നെ കോടതി ഉൾക്കൊള്ളുകയും അന്വേഷണ സംഘത്തിൻ്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് 14 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ചുരുക്കത്തിൽ വരുന്ന 14 ദിവസം, അതായത് ഇനി അന്വേഷണ സംഘത്തിന് അവരുടെ മുന്നിൽ അവശേഷിക്കുന്നത് കേവലം 34 ദിവസം മാത്രമാണ്. ഈ മാസം 6-ാം തീയതിയാണ് ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അങ്ങനെ കണക്കാക്കുമ്പോൾ അടുത്ത മാസം 20-ാം തീയതിയാണ് അന്വേഷണ സംഘത്തിൻ്റെ കാലാവധി അവസാനിക്കുന്നത്. ഇപ്പോൾ 11 ദിവസം പിന്നിട്ടിരിക്കുന്നു. അവശേഷിക്കുന്നത് 34 ദിവസം. ഈ 34 ദിവസത്തിൽ 14 ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ ആണ് എന്ന് പറയുമ്പോൾ അന്വേഷണം ഈ വരുന്ന 14 ദിവസം കൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഘട്ടം പിന്നിടും. അത് കൂടുതൽ തെളിവെടുപ്പ്, അതായത് ശബരിമലയിൽ നഷ്ടപ്പെട്ട യഥാർത്ഥ സ്വർണ്ണപ്പാളികളുടെ വീണ്ടെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേരാനുള്ള സാധ്യതയാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, കൂടുതൽ അറസ്റ്റ്, അതല്ലെങ്കിൽ ഇനി കസ്റ്റഡി എടുക്കാൻ കഴിയുന്ന ആളുകളെ ഉണ്ണികൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യത അടക്കമാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും സുദീർഘമായ ഒരു കാലയളവ് 14 ദിവസം എന്നുള്ളത് കോടതിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഏതെങ്കിലും കേസിൽ ഒരു അന്വേഷണ സംഘത്തിന് അനുകൂലമായി 14 ദിവസത്തേക്കൊരു പ്രതിയെ കസ്റ്റഡിയിൽ വിടുന്നത് സമീപകാലത്തെങ്ങും ഉണ്ടായിട്ടില്ല എന്നത് തന്നെ ഈ കേസിൻ്റെ അതിയായ ഗൗരവം കോടതിക്ക് കൂടി ബോധ്യപ്പെടുന്നു എന്നതിൻ്റെ നമുക്ക് കണക്കാക്കാം. ശരിയാണ്. അതീവ ഗൗരവത്തോടു കൂടി ഹൈക്കോടതി ഈ വിഷയത്തെ കണ്ടു. ഹൈക്കോടതിയുടെ ഡയറക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ കീഴ്ക്കോടതി എന്ന നിലയിൽ ഇപ്പോൾ കേസ് പരിഗണിച്ച കോടതിയും ആ ഗൗരവത്തിൽ വിഷയത്തെ കാണുന്നു എന്ന് വേണം കോടതി തീർപ്പിലും കോടതിയുടെ നടപടിക്രമങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ. രഹസ്യ സ്വഭാവത്തിലായിരുന്നു കോടതിയുടെ നടപടിക്രമങ്ങൾ. 14 ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. സാധാരണ പതിവില്ലാത്ത നിലയിൽ 14 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു എന്ന് പറയുമ്പോൾ പ്രാഥമികമായ അന്വേഷണ പുരോഗതി വിവരം, റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെ കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ എന്തൊക്കെ വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും അന്വേഷണത്തിന്റെ ഭാഗമായും വ്യക്തമായി, കൊള്ളയുടെ ആഴവും വ്യാപ്തിയും എത്ര വലുതാണ്, ആ തെളിവുകൾ എത്രയും വേഗത്തിൽ വീണ്ടെടുക്കേണ്ടതാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ SITക്ക് കഴിഞ്ഞു, പ്രോസിക്യൂഷൻ കഴിഞ്ഞു എന്നതാണ് വ്യക്തമാകുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ 14 ദിവസത്തെ കസ്റ്റഡി വരുന്നത്.